എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സംസാരിച്ച് നിർത്തിയ ഭാഗം കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്നുള്ളതാണ്. ബാലിവധം കഴിഞ്ഞു. ബാലിവധത്തിൽ കണ്ട ചില അയുക്തികതകൾ നമ്മൾ പറയുകയും ചെയ്തു. അയുക്തികതയുള്ള ചില അംശങ്ങൾ എന്ന് പറയുന്നത്, ബാലി നിരപരാധിയും വാനരനും യാതൊരു തെറ്റും ചെയ്യാതിരിക്കുന്നവനും രാമൻ ഒരു തരത്തിലും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാത്തവനും ഒക്കെ ആയിട്ടും അയാൾ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായിരുന്നു അതിനകത്തുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മിക്കാനുണ്ട്. രാമൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ന്യായമാണോ സത്യമാണോ പ്രാധാന്യം എന്നുള്ളതാണ്. സത്യം കൊണ്ട് ന്യായത്തെ തോൽപ്പിക്കാൻ കഴിയുമോ, അതോ മറിച്ചോ? സത്യം, ന്യായം, ഈ രണ്ടും നമ്മുടെ പീനൽ കോഡ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. സത്യം പലപ്പോഴും ബലി കഴിക്കപ്പെടുകയും ന്യായം വിജയിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത് സത്യമാണല്ലോ. നമ്മുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ ഒരു ന്യൂനതയായിട്ടുള്ളത് സത്യത്തെ ന്യായം വിഴുങ്ങുന്നു എന്നുള്ളതാണ്. ആലോചിച്ചാൽ അറിയാം. കുറ്റം ചെയ്ത ആളുകളും കുറ്റവാളികളല്ല എന്ന നിലയിൽ ഇറങ്ങിപ്പോരും. സത്യം അവിടെ പൂർണ്ണമായിട്ടും ബലികഴിക്കപ്പെടുന്നു. സത്യത്തെ സംബന്ധിച്ചൊരു കാര്യം പറയാറുണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം എന്ന് പറയും. സത്യത്തിൻ്റെ മുഖം സുവർണ പാത്രം കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ് എന്നർത്ഥം. സുവർണ സ്വർണ്ണപാത്രം കൊണ്ട് സത്യത്തെ അടച്ചു വച്ചിരിക്കുന്നു. ആളുകൾ ഈ സ്വർണ്ണപാത്രത്തിൻ്റെ പ്രകാശം, അതിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന പ്രകാശം കണ്ടിട്ട് അത് സത്യമാണെന്ന് ധരിച്ച് പിന്മാറും. സത്യം അവിടെ സുരക്ഷിതമായിരിക്കും. സത്യത്തെ ആരും തൊടുന്നില്ല. സത്യം ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം എന്നാണ് സത്യത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു ചൊല്ല്. അപ്പോൾ ഇവിടെ സത്യം ജയിക്കണമോ അതോ ന്യായം ജയിക്കണമോ? അതാണ് വേണ്ടത്. സത്യം പലപ്പോഴും ന്യായവും സത്യവും ഒന്നാകും, പലപ്പോഴും ഒന്നാകാം പല സമയത്ത്. എന്നാൽ മിക്കപ്പോഴും രണ്ടായിട്ടിരിക്കുന്നു സത്യവും ന്യായവും. ന്യായം പറയാൻ കൊള്ളാം, അല്ലെ പറയുന്നതിനാണ് ഉപയോഗിക്കുക ന്യായം. മറ്റുള്ളവരെ അതുകൊണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് കരുതി ഒരു വസ്തുത സത്യമാവുന്നില്ല, അല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം എന്താണ് എന്നുള്ളത്. വിട്ടുപോകരുത്, ആ ശ്രദ്ധ വിട്ടുപോകരുത്. ന്യായവും സത്യവും ഒന്നാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ മിക്കപ്പോഴും രണ്ടായിട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ അനുഭവം. സത്യം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കൊള്ളാം. ഈ ന്യായം, സത്യമല്ല ന്യായം മറ്റുള്ളവരോട് പറയാനും കൊള്ളാം, അവരെ ബോധ്യപ്പെടുത്താനും കൊള്ളാം. എന്നാൽ സത്യം അനുഭവിക്കാനുള്ളതാണ്. സത്യ അനുഭവമാണ്. അത് ബോധ്യപ്പെടുത്തണം എന്നില്ല. നമ്മൾ വഴക്ക് കൂടുമ്പോഴൊക്കെ പറയുമല്ലോ, എനിക്കിപ്പോൾ നിന്നെ ബോധിപ്പിക്കുകയൊന്നും വേണ്ട, എൻ്റെ പക്കലാണ് സത്യമുള്ളത്, അല്ലേ? പറയാറില്ലേ? ഞാൻ പറയുന്ന സത്യം, നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാം. സാധാരണ സംഭാഷണങ്ങളിൽ വരുന്ന കാര്യം. നമ്മളതിന് യുക്തിയൊന്നും ആലോചിക്കത്തില്ല, നമ്മൾ വെറുതെ അങ്ങ് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്ത എന്താണെന്ന് ആലോചിച്ച് സംസാരിക്കുന്നതിന് വളരെ ചുരുക്കമാണ്. അന്നേരത്തെ ഒരു വൈകാരിക രീതി അനുസരിച്ച്, ഒരു വികാര ഭാവം അനുസരിച്ച് നമ്മളങ്ങ് പറയുക ചെയ്യുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ആലോചിക്കാറില്ല. ന്യായത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും, സത്യത്തെ ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല പലപ്പോഴും. അതാണ് അസത്യം എന്നുള്ളത് പലപ്പോഴും ന്യായമായി പരിണമിക്കുന്നുണ്ട്. എന്നാൽ സത്യം ഒരിക്കലും അന്യായമല്ല താനും. അതുകൊണ്ടാണ് രണ്ടും ഒന്നാവുമെന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇത് കേട്ടാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ. നല്ലപോലെ ശ്രദ്ധിച്ചാലേ ആ കാര്യം അവിടെ മനസ്സിലാവും. അപ്പോൾ രാമൻ എന്താണ് ഇവിടെ ചെയ്തത്? ഈശ്വരൻ സത്യത്തെ നിലനിർത്തുന്നു. സദ്ഭാവമാണ്. സത്യം പരം ധീമഹി എന്നാണ് ഭാഗവതകാരനും പറയുന്നത്. ബ്രഹ്മസൂത്രത്തിലും അതിനാണ് വ്യാസൻ പറയുന്നത്. സത്യം, ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സത്യമാണ് പ്രധാനം. ഭാഗവത പുരാണം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അതൊക്കെ ഭാഗവത പുരാണത്തിൽ അത് വരാൻ കാര്യം വാൽമീകി പറഞ്ഞു തന്നെയാണ്. ആദികാവ്യം അതായതുകൊണ്ട് വാൽമീകിയുടെ ഈ നിഗമനങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ ഇതിഹാസത്തിലും മറ്റു പുരാണങ്ങളിലും എല്ലാം ആശയങ്ങളായിട്ട് വന്നു, തത്വങ്ങളായിട്ട് വന്നത്. വാൽമീകി എടുത്തത് വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നുമാണ്. ഉപനിഷത്ത് എന്ന് നമ്മൾ പറയുന്നത് വിമ്മ പറയല്ല. ഉപ നീ സത്ത്,
മൂന്ന് ശബ്ദത്തിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന വാക്കുണ്ടാകുന്നത്. ഉപ പ്ലസ് നീ പ്ലസ് സത്ത്, 3 വാക്കുകളാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഗുരുവിൻ്റെ മടിയിലിരുന്ന് പഠിക്കേണ്ടത് എന്നാണ് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈശാവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്, ശ്വേതാശ്വതരോപനിഷത്ത്, ഐതരയോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, തൈത്തരിയോപനിഷത്ത്, ദശോപനിഷത്തുകൾ വളരെ പ്രധാനമായിട്ടുള്ള ഉപനിഷത്തുകൾ. അപ്പോൾ ഈ പറയുന്ന ഉപനിഷത്തുകളൊക്കെ ഗുരുവിൻ്റെ മടിയിലിരുന്ന് പഠിക്കേണ്ട എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ മടിയിൽ തന്നെ കയറി ഇരിക്കണം എന്നുള്ള മീനിങ് അല്ല അവിടെ. വ്യംഗ്യമായിട്ട് പറയുക, അത്രത്തോളം ഗുരുവിനോട് ചേർന്നിരുന്ന് ഗുരുവിനെ കേട്ട് ശ്രദ്ധാപൂർവം അറിയേണ്ടതാണ്, കേട്ട് മനസ്സിലാക്കേണ്ടതാണ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ ഉള്ളതാണെന്നൊക്കെയാണ്. അത് പിന്നെ പറയും, പിന്നെ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാഹ ഛിന്ന സംശയ, ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഗുരുവിനോട് സംശയം ചോദിച്ചു കുറേ, അത് വട്ടത്തിലായിരിക്കുന്നത്, ഇങ്ങനെ ഒരു അർദ്ധചന്ദ്രാകൃതിയിലാണ് ശിഷ്യന്മാരിരിക്കുന്നത്, നടുക്ക് ഗുരു ഇരിക്കും. അപ്പോൾ അർദ്ധചന്ദ്രാകൃതി ഇരിക്കുമ്പം കൂടുതൽ പേർക്ക് ഇരിക്കാം. നിരന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ക്ലാസ്സിലൊക്കെ ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാലേ എല്ലാവർക്കും ഇരിക്കാൻ മുഖ്യല്ല. റൗണ്ടിൽ ഇരുന്നാൽ എല്ലാവരെയും കാണാൻ പറ്റും. ഇങ്ങനെ ഗുരു ഇവിടെ നോക്കി, ഇങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, ഇവിടെ വരെ നോക്കാം. അപ്പോൾ അർദ്ധചന്ദ്രാകൃതിയിൽ ശിഷ്യന്മാരിരിക്കുമ്പോഴാണ് പഠിപ്പിക്കാൻ ഗുരുവിന് കൂടുതൽ സൗകര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് സംശയം, അത് മിടുക്കരായ കുട്ടികൾക്കല്ലേ സംശയം തോന്നും. അപ്പോൾ സംശയം ചോദിക്കുമ്പോൾ ഗുരു ഒന്നും മിണ്ടാതിരിക്കും. അതായത് ഗുരുസ്തു മൗനം വ്യാഖ്യാനം, ഗുരു മിണ്ടാതിരുന്നും കൊണ്ട് വ്യാഖ്യാനിക്കും. ശിഷ്യാഹ ഛിന്ന സംശയ, ശിഷ്യന്മാർക്ക് സംശയമെല്ലാം അങ്ങ് പോയി. ഇതെങ്ങനെയാണ്? അതാണ് ശിഷ്യന് യോഗ്യത ഉണ്ടാകണം. എല്ലാവരും ശിഷ്യന്മാരല്ല, യോഗ്യതയുള്ളവരാണ് ശിഷ്യന്മാർ. എന്ത് യോഗ്യത? ഗുരു എന്താണോ ഉന്നം വയ്ക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് സ്വയം അതിനെ പരിഹരിക്കാനുള്ള കഴിവുള്ളവൻ, അവനാണ് യഥാർത്ഥ ശിഷ്യൻ. ചുമ്മാ അതൊരു സ്റ്റുഡൻറ്റ് എന്ന് കണക്കാക്കിയാൽ പോരാ. എങ്ങനെ? ഇയം ബ്രഹ്മ കഹ കിം എന്നാണ് ചോദിച്ചത്. ഈ ബ്രഹ്മം എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഗുരു എന്നാണ്. ഈ ബ്രഹ്മം എന്ന് പറയാൻ എന്താണ് ഗുരു എന്ന് ചോദിച്ചു. ഗുരു ഒന്നും മിണ്ടിയില്ല. അകലേക്ക് തൊട്ടടുത്ത് ഉള്ള ഒരു ആൽമരത്തിൻ്റെ കീഴിലായിരുന്നത്. തുറന്ന ജയിൽ എന്നൊക്കെ പറയുന്നത് തുറന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നല്ലോ പണ്ട്. അത് ഇങ്ങനെ ചുറ്റിലിങ്ങനെ നോക്കിയിട്ട് അനങ്ങാതിരുന്നു. ഗുരു എങ്ങോട്ടാണ് നോക്കിയത് എന്ന് ശിഷ്യൻ നോക്കി. അപ്പോൾ ഗുരു നോക്കിയത് അവിടെ കിടന്ന ഒരാലിൻ്റെ പഴുത്ത കായയുടെ നേർക്കാൻ നോക്കിയത്. ആലിൻകായ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആല് പഴുത്തിരിക്കുക, കായ പഴുത്തിരിക്കുകയാണ്, പൊഴിഞ്ഞു കിടക്കുന്നു. അതൊരു ആലിൻ്റെ കായ വീണ് കിടന്നതിന് ഗുരു നോക്കിക്കൊണ്ടിരുന്നിട്ടാണ് ഇരുന്നപ്പോഴാണ് ഈ ഇതായി ചോദിക്കുന്നത്. ഗുരു ഒന്നും മിണ്ടില്ല, അങ്ങോട്ട് വെറുതെ നോക്കിയിരുന്നു. മിണ്ടാതിരുന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ഗുരുവിന് ഈ ശിഷ്യന് ബുദ്ധി ഉണ്ടായിരുന്നു. ശിഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ കായ എടുത്തു. ആ ആലിൻ്റെ കായ അവിടെ പേരാലിൻ്റെ കായ അവിടെ വീണ് കിടന്ന് എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് അത് നടുവേ മുറിച്ചപ്പോൾ അതിനകത്ത് അരി ഒന്നേ ഉള്ളൂ, പുറമേ കാണുന്ന കായ ഒന്നേ ഉള്ളൂ എങ്കിലും അതിനകത്ത് 10,000 ചെറിയ അരികളിരിക്കുക. അപ്പോൾ ശിഷ്യാഹ ഛിന്ന സംശയ, ശിഷ്യന് സംശയം പോയി. അപ്പോൾ ഒന്നായിരുന്ന ഒരു വസ്തു ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മത്തിനകത്ത് മറ്റെല്ലാ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു എന്നുമുള്ള സനാതനവും ശ്രേഷ്ഠവുമായ തത്വം മൗനത്തിലൂടെ ഗുരു വ്യാഖ്യാനിക്കുകയായിരുന്നു. ശിഷ്യൻ അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ സംശയം പോയി. അതാണ് ഉപനിഷത്തിൽ പറഞ്ഞത്, ഗുരുവസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാഹ ഛിന്ന സംശയ. പക്ഷേ ന്യായമെല്ലാം സത്യമാവണമെന്നില്ല. അപ്പോൾ ഇവിടെ സാധാരണ ആളുകൾക്ക്, ലോകത്തിലുള്ള ആളുകൾക്ക് സത്യമല്ല ആവശ്യം, ന്യായമാണ്. എന്നാൽ ഈശ്വരൻ എന്ന് പറയുന്നത് എപ്പോഴും സത്യമാണ്, ന്യായം മാത്രമല്ല. അതുകൊണ്ട് ഈശ്വരഹിതം എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ആ സത്യത്തെ പരിപാലിക്കുക എന്ന കാര്യമാണ് രാമൻ ചെയ്തതെന്ന് ഉള്ള ഒരു വ്യാഖ്യാനം ഈ രാമനെ അനുകൂലിക്കുന്നവർ ഉന്നയിച്ചിട്ടുണ്ട്. അവനെ അങ്ങ് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും വയ്യ. സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന ഒന്ന് മറ്റൊന്നിനെ തള്ളിക്കളയേണ്ടി വരുന്നിടത്താണ് ന്യായത്തെയാണ് തള്ളിക്കളയേണ്ടത്, സത്യത്തെ അല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവും. അതാണ് ശ്രീരാമൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ ശ്രീരാമൻ്റെ അപരാധമല്ല, അത് ക്ഷന്തവ്യമാണ്, അത് ക്ഷമിക്കത്തക്കതാണ് എന്ന്
അല്ലെ സഹിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് എന്തിനേക്കാളും ഉപരിയാണ് ഈശ്വരൻ്റെ സ്ഥാനമെന്നും കൂടി നമ്മൾ പറയുന്നത്. അപ്പോൾ അവസാനം എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലുവിന് ഒരക്ഷരവും മിണ്ടിയില്ല. അദ്ദേഹം ആകപ്പാടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എൻ്റെ മകനായ അംഗദനെ സംരക്ഷിക്കണം, അങ്ങയെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാലി വീരസ്വർഗം പ്രാപിക്കുന്നത്. ബാലി മരിച്ച വർത്തമാനം കൊട്ടാരത്തിൽ അറിഞ്ഞതോടെ എല്ലാവരും ദുഃഖാർത്ഥരായി തീർന്നു. അങ്ങനെയാണ് താര വന്ന് ഈ ശവത്തിൻ്റെ മേൽ വീണ് കിടന്നിട്ട് കരയുകയൊക്കെ ചെയ്തു. അപ്പോൾ ശ്രീരാമൻ അവിടെ നിന്ന് എഴുന്നേറ്റ് താരോപദേശം നടത്തുന്നു. താരയോടുള്ള ഉപദേശമാണ്, ലക്ഷ്മണോപദേശം പോലെ തന്നെ ഒരു ഉപദേശമാണ് താരോപദേശം. അതാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. അതിനകത്ത് ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട്. ആ തത്വങ്ങൾ വളരെ സംക്ഷേപിച്ച് ഞാൻ ഇന്നലെ പറയുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ അത് നിർത്തിയത്. അതാണ് ഭാഗം നിർത്തിയത്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗം ആ കഥാസ്വരൂപത്തിലേക്ക് പോകുമ്പോൾ ഇതിന് വ്യംഗ്യമാനമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ താര എന്താണ്? താര എന്ന് പറഞ്ഞാൽ പ്രണവ മന്ത്രത്തിൻ്റെ സിമ്പലായിട്ടാണ് താര എന്നുള്ളത് വരുന്നത്. അതെങ്ങനെയൊക്കെ എന്നുള്ളതുകൊണ്ട് അത് തീവ്രമായ കഠിനമായ വേദാന്ത തത്വങ്ങളായതുകൊണ്ടും തൽക്കാലം കഥയുടെ ആ ഒരു രീതി നമ്മിൽ നകന്നു പോകുമെന്നുള്ളത് കൊണ്ടും വെറും തത്വചിന്താപരമായ കാര്യമാണെന്നുള്ളത് കൊണ്ടും ഞാനത് തൽക്കാലത്തേക്ക് അത് ഒറ്റ ടോപ്പിക്കായിട്ടെടുത്ത് ഒരു ദിവസം അത് പറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും പറഞ്ഞാൽ താരോപദേശവും ലക്ഷ്മണോപദേശവും ശരിക്ക് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് തുടർന്ന് ഈ 1 മാസ ക്ലാസ്സിൻ്റെ രീതിയിൽ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ താത്വിക അവലോകനം പലപ്പോഴും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയേണ്ടി വരും, സംക്ഷേപിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വിഷമം പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഭംഗ്യന്തരേണ ആനുഷംഗികമായി, അതായത് സന്ദർഭാനുസൃതം ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് രാമന് സുഗ്രീവനെയും ബാലിയെയും തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അത് എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. അമ്മ ഒരാളും അച്ഛൻ 2 പേരാകുന്നത് കൊണ്ട് തന്നെ 2 തരം ജനുസുകളായതുകൊണ്ട് 2 വ്യത്യസ്തത ഉണ്ടാകേണ്ടതല്ലേ. പക്ഷേ ഇവിടെ ആ വ്യത്യസ്തതയെ തിരിച്ചറിയാൻ ഈ ശ്രീരാമന് കഴിയാതെ പോകുന്നു എന്നുള്ളത് രാമനിലെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രധാനമായ ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബാലി വധത്തിന് ശേഷം രാജ്യം സുഗ്രീവന് കൊടുക്കാമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അഭിഷേകത്തിനുള്ള ഏർപ്പാടുണ്ടാക്കി സുഗ്രീവനെ ഈ രാജാവായിട്ട്, വാനര രാജാവായിട്ട്, കിഷ്കിന്ധയുടെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിന് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് ലക്ഷ്മണൻ്റെ കാർമ്മികത്വത്തിലും സൂത്രധാരത്വത്തിലും രക്ഷാകർത്തൃത്വത്തിലും അത് വളരെ ഭംഗിയായി സാധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മഴക്കാലം ആരംഭിക്കുന്നു. ആഷാഢമാസത്തിൻ്റെ, അതായത് ആടിമാസത്തിൻ്റെ, കർക്കിടക മാസത്തിൻ്റെ പകുതി ആകുന്നുണ്ട്, മിഥുനമാസത്തിൻ്റെ പകുതി ആകുന്നുണ്ട്. ആ മിഥുനമാസത്തിൻ്റെ പകുതി ആകുമ്പോൾ അങ്ങോട്ട് പിന്നെ മഴയായിട്ട് വലിയ മഴയാണ്. അപ്പോൾ ആ സമയത്ത് രാമ ലക്ഷ്മണന്മാർ 2 പേരും ഈ സുഗ്രീവനോട് പോയി വിശ്രമിക്കാനുള്ള സമയമാണിത്. മഴയത്തെങ്ങും സീതാന്വേഷണം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നേരെ പോയി കുറച്ചു നേരം കുറച്ചു കാലം, നേരമൊന്നുമല്ല, കുറച്ചു കാലം വിശ്രമ സൗഖ്യം എടുത്തോളൂ. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതാണല്ലോ, താരയുമായിട്ടൊക്കെ അകന്നു കഴിഞ്ഞതാണല്ലോ. മാത്രമല്ല വാനരന്മാർക്ക് ഗാർഹസ്ഥ്യം വളരെ പ്രിയതരവുമാണല്ലോ. തങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമില്ല താനും. സീത അടുത്തില്ല, അത് ദുഃഖാകുലമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് മാത്രമല്ല അവരുടെ രീതിയിലുള്ള ജീവിത രീതിയോ സംസ്കാര രീതികളോ അല്ല രാമാദികൾക്കുള്ളത്. അവരിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടും മറ്റുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് രാമൻ പറഞ്ഞു, സുഗ്രീവ, ഇനി കുറച്ച് കാലം നിങ്ങൾ വിശ്രമജീവിതം നയിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് വന്ന് സീതയെ അന്വേഷിച്ചാൽ മതി. ചാതുർമാസ്യം എന്ന് പറയും, ഞാൻ ഇനി ചാതുർമാസത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ കുറേ കൂടെ മുമ്പോട്ട് നടന്നപ്പോൾ അതിസുന്ദരമായ ഒരു ഗുഹ കണ്ടെത്തുകയും ആ ഗുഹയ്ക്കകത്തേക്ക് രാമനും ലക്ഷ്മണനും കൂടെ കടന്നു ചെല്ലുകയും അവിടെ രാമൻ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിച്ചിരിക്കുകയും ചെയ്തു. ആ ചാതുർമാസ്യ വ്രതം എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ആഷാഢമാസത്തിലെ, അതായത് മിഥുനമാസം പകുതി മുതൽ തുടങ്ങുന്ന 4 മാസമാണ്. അപ്പോൾ അത് ശുക്ലപക്ഷത്തിലെ വെളുത്തപക്ഷം, ആ വെളുത്തപക്ഷത്തിലെ ദശമി പക്കം മുതൽ തിഥി എന്ന് പറയുന്നത് ചാന്ദ്ര മാസത്തിലെ ഒരു ദിവസത്തിനാണ് തിഥി എന്ന് പറയുന്നത്. നമുക്ക് ഒരു മലയാള മാസത്തിൽ 2 പക്ഷം വരുമല്ലോ, കേട്ടിട്ടില്ലേ? വെളുത്ത പക്ഷമെന്നും കറുത്ത പക്ഷമെന്നും. അപ്പോൾ വെളുത്ത പക്ഷത്തിൽ കറുത്ത പക്ഷം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് വെളുത്ത പക്ഷം ആരംഭിക്കുന്നത്. അപ്പോൾ ആ 15 ദിവസം വെളുത്ത പക്ഷം എന്ന് പറയും. അപ്പോൾ അത് വെളുത്ത വാവ് വരും, പൗർണമി വരും.
ആ പൗർണമി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കറുത്തപക്ഷം ആരംഭിക്കുന്നു. അമാവാസിയിലേക്ക് വരെയുള്ള ഒരു നീളമുള്ള കറുത്തപക്ഷമാണ്. അതും 15 ദിവസമാണ്. അപ്പോൾ 15ഉം 15ഉം 30 ദിവസമാണ് ചാന്ദ്രമാസം എന്ന് പറയുന്നത്. 30 ദിവസം നമ്മളിപ്പോഴും പറയാറില്ലേ അങ്ങനെ മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ഒരു 10-15 ദിവസവും അവന് ഇവിടെങ്ങും ഇല്ല, അവൻ ഇവിടേക്കോ പിന്നെ എപ്പോഴെങ്കിലും വന്നെങ്കിലായി എന്ന് പറയും. ഒരു മാസത്തിൽ 30 ദിവസവും നമ്മുടെ കണക്ക്. നമുക്കറിയാം അങ്ങനെയല്ല ദിവസങ്ങളുടെ അളവ്. 30 days സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ, ഫെബ്രുവരി ഹാസ് 28 എലോൺ, ആൾ ദ റെസ്റ്റ് ഓഫ് 31. 4, 6, 9, 11 ഈ മാസങ്ങൾക്കും 30 താൻ എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കാറില്ലേ. നമുക്കറിയാം ആ ഇംഗ്ലീഷ് മാസങ്ങളുടെ ദിവസങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് അങ്ങനെയല്ല, ചാന്ദ്രമാസത്തിൻ്റെ കണക്കനുസരിച്ചാണ് ഇതിവിടെ പറയുന്നത്. 2 പക്ഷങ്ങളായിട്ട് 30 ദിവസമാണ്. അപ്പോൾ മിഥുന മാസത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് മിഥുനം 15-ാം തീയതി മുതൽ ആരംഭിച്ച് പിന്നെ കാർത്തിക മാസത്തിൻ്റെ പകുതി വരെ. കാർത്തിക മാസം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസമാണ്. നമ്മുടെ ഈ പിന്നെ മണ്ഡലക്കാലം, ആ മണ്ഡലക്കാലത്തിൻ്റെ പകുതി വൃശ്ചികം 15 വരെയുള്ള കാലം. ആ 4 മാസമാണ് ചാതുർമാസം. ഇത് സന്യാസിമാർക്കൊക്കെ വളരെ പ്രധാനമാണ്. ഈ സന്യാസിമാർക്കൊക്കെ എല്ലാ വർഷവും അവർക്ക് ഈ പറയുന്ന സമയം ഈ പിന്നെ ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും മനനം അത്യാവശ്യമാണ്. ഈ ധ്യാനവും മനനവും സന്യാസത്തിന് വളരെ പ്രധാനമാണ്. സന്യസിക്കുക എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കലാണ്. ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുക. യഥാ സംഹരതേജായം കൂർമ്മോ അംഗാനി സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത എന്ന് ഗീതാകാരൻ പറയും. അപ്പോൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുക. കൂർമ്മം, പിന്നെ ആമ എങ്ങനെയാണോ മറ്റുള്ളവരുടെ സാന്നിധ്യം അറിയുമ്പോൾ അതിൻ്റെ തല അതിൻ്റെ ആമത്തോടിനകത്തേക്ക് വലിച്ചു വെച്ച് കൈയും കാലും ഒക്കെ അകത്തേക്ക് പിടിച്ചു വെച്ച് വെറും ഒരു പാറക്കഷ്ണം കിടക്കുന്ന പോലെ മറ്റാളുകളെ അനുഭവപ്പെടുത്തുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് അടക്കി വയ്ക്കാൻ കഴിയണം. യഥാ സംഹരതേജായം കൂർമ്മോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അങ്ങനെയുള്ള പ്രജ്ഞയുള്ളവനായിരിക്കണം, ബുദ്ധിയുള്ളവനായിരിക്കണം യഥാർത്ഥ യോഗി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ യോഗി സാധാരണമായ നിലയിലുള്ള ഒരു ഉപാസന അവർക്കുണ്ട്. അതുകൊണ്ട് സന്യാസം എന്നാണ് ആ ജീവിതചര്യയെ പറയുക. അതിനോടൊപ്പം തന്നെ ഞാൻ ധ്യാനിച്ചവയെ മനനം ചെയ്ത് ഉറപ്പിക്കുക. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനമാണ് ധ്യാനം. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഒരു അവസ്ഥാവിശേഷമാണ്. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്കാണ് ധീ എന്ന് പറയുന്നത്. ആ കർമാനുസാരിണി ധീഹി ബുദ്ധി എന്ന് പറയും. കർമ്മത്തിന് അനുസൃതമായിട്ടുള്ള ബുദ്ധിയുടെ അവസ്ഥയ്ക്കാണ് ധീ. അത് ചേരുമ്പോഴാണ് യഥാർത്ഥം നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. നിനക്കെന്താണ് ബുദ്ധി ഇല്ലല്ലോ എന്ന് പറയും. ചിത്തം, അഹങ്കാരം, ബുദ്ധി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ചേർന്ന മനസ്സ്. അപ്പോൾ അവിടെ ബുദ്ധി എന്ന് പറയുന്നത് കർമാനുസാരിണിയായ ധീയാണ്. അപ്പോൾ ധീ യാനമാണ്. യാനം സഞ്ചാരമാണ്. ബുദ്ധിയിലൂടെയുള്ള യാത്രയാണ്, അതായത് ചിന്തയാണ്. ധ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്തോത്രം ഏതാണോ, സങ്കല്പം ഏതാണോ, ആ സങ്കല്പത്തിൻ്റെ സാധ്യത അസാധ്യതകളെക്കുറിച്ച്, ന്യായ അന്യായങ്ങളെക്കുറിച്ച്, അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് അവിടെ മനനം എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനവും മനനവും നടത്താനുള്ള കാലമായിട്ടാണ് ഈ ചാതുർമാസ്യത്തെ കണക്കാക്കുന്നത്. മഴക്കാലം എന്നർത്ഥം. ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി നടന്ന് യാഗം നടത്തുന്നതിന് ചമതക്കമ്പുകൾ ശേഖരിക്കുന്നതിനോ മറ്റു തരത്തിലുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നതിനോ ഒന്നും അവർക്ക് സാധ്യമല്ല. ആഹാര കാര്യങ്ങളൊന്നും ശരിയായി കാട്ടുകിഴങ്ങുകളും ഫലങ്ങളും പറിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ കുറവാണ് മഴക്കാലത്ത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ആഹാരത്തിലുള്ള നിയന്ത്രണം, ജീവിതചര്യകൾക്ക് ആകെ തന്നെ ഒരു നിയന്ത്രണം, സ്വഭാവത്തിന് ആകെ തന്നെ ഒരു നിയന്ത്രണം, ആധ്യാത്മിക ഭാവത്തിലേക്ക് കൂടുതൽ അടുപ്പം പുലർത്താൻ കഴിയുന്ന ഒരു അവസരം, ഇതൊക്കെയാണ് ഈ ചാതുർമാസ്യത്തിൻ്റെ പ്രധാനമായ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇരിക്കുന്നത് കൊണ്ട് ഈ രാമനും ലക്ഷ്മണനും കൂടി ഇതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രാമനെ സമീപിച്ച് ക്രിയാമാർഗോപദേശം വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ.
തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കാമെടോ. കൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിൽ എന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും, അപ്പെന്ന് പറഞ്ഞാൽ വെള്ളം, ജലം, അപ്പിങ്കലാകിലും സ്ഥണ്ടിലത്തിങ്കലും, മെഴുകിയ തറയ്ക്കാണ് സ്ഥണ്ടിലം എന്ന് പറയുന്നത്. സ്ഥണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയെ ആചാര്യനായത് ഞാനെന്നു കൽപ്പിച്ചു. പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. അത് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കണം എന്നുള്ള മീനിങ് ആണ് പ്രമാർജനം. പ്രകർഷണ മാർജനം, പ്രത്യേകമായി തുടച്ച് വൃത്തിയാക്കൽ, മെഴുകി വൃത്തിയാക്കൽ എന്നും അർത്ഥം പറയാം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്ക് എന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാൽ അർക്കനെ സ്ഥണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന് ആവിർമുദാലിവിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു. ഇടതുവശത്ത് കലശം വയ്ക്കണം, പാത്രം, കലം, ചെറിയ കലം, കലശം വച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിയൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുവർക്കാർത്ഥമാചമനാർത്ഥം എന്നിങ്ങനെ, ആചമനം കുടിക്കലാണ്, ആചമനാർത്ഥം എന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ. മൽക്കലാം ജീവസജ്ഞാം തടിതുജ്വലം ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണം. ഇളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം
എൻ്റെ കലാവസ്ഥയെ പ്രതിമയിൽ ആവാഹിക്കണം. കല എന്ന ജീവന്റെ ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളാണ് കലകൾ പ്രധാനമായിട്ടും 64. പ്രതിമാദിഷു മൽക്കലാന്നവാഹയിൽ ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാ മധുവർക്കമിത്യാദൈ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളത് അത് അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്ത പ്രകാരേണ നീരാജനൈ ഉദ്ധൂപ ദീപൈർനിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കും അറിക നീ. ഹോമം അഗസ്ത്യോക്തമാർഗ കൊണ്ടാനലേ മൂലമന്ത്രം കൊണ്ട്. അഗസ്ത്യനാണ് ഈ ചാതുർമാസത്തിന്റെ പൂജാവിധിയുടെ കർത്താവ്. അദ്ദേഹം ചെയ്ത പോലെ ചെയ്യണം എന്നർത്ഥം. മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമ്മിയടോ. സാധാരണ ജപിക്കുന്ന പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയുള്ള സൂക്തങ്ങളുണ്ട്. അത് വേദത്തിലുള്ളതാണ്. പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരാ നീ. ഔപാസനാഗ്നൗ ചരുണാഹവിശ്വാധ സ്വപാധിന ചൈക ഹോമം മഹാമതേ. ഔപാസനയ്ക്ക് അഗ്നി ജ്വലിപ്പിച്ചിട്ട് ഉപാസന കൊണ്ട് അഗ്നി ഉണ്ടാക്കണം എന്നർത്ഥം. ഔപാസനയ്ക്ക് അഗ്നി എന്ന് പറയും. ഹവിഷാധ സ്വപാധിന ചൈക ഹോമം മഹാമതേ. തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപദാഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്തിയാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്തിയാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി. വക്രവാസം നാഗവല്ലി ദലാദിയും ദത്വാമദഗ്രേ മത്പ്രീതിപൂർവകം. വീട്ടിൽ ശമിക്കണം എന്നാണ്. നാഗവല്ലി എന്ന് പറഞ്ഞ വെറ്റിൽ നിന്നാണ്. മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമങ്കേ നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാത് ഇതി മുഹുരുക്ത നമസ്കാരവും ചെയ്ത് അനന്തരം ഉദ്വസിപ്പിച്ചുടൻ മഹസിങ്കൽ ഇത്തം ദിനമനു പൂജിക്ക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശയമ സാരൂപ്യം വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാ ഫലമുണ്ട് അവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താൻ. അതുനേരം ശേഷാംശജാതനം ആദിശേഷൻ അനന്തന്റെ അംശം ലക്ഷ്മണൻ. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതം അരുൾ ചെയ്താൻ. അതുനേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതം അരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാം അവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനീ നാഥേ മമ പ്രിയേ. ഏവമാതിപ്രലാപം ചെയ്ത് നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോട് മരുവും ചില നേരം. ഇതാണ് ഈ ക്രിയാമാർഗോപദേശം. എന്ത് ക്രിയയാണ് അനുഷ്ഠിക്കേണ്ടത്, സത്വഗുണപ്രധാനമായി മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള
കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് വിഷയഭോഗങ്ങളിൽ നിന്ന് കുറച്ചു നാളെങ്കിലും മനുഷ്യ മനസ്സിന് വിമോചനം കൊടുക്കുന്നത് നല്ലതാണ്. ചില ആഹാരങ്ങൾ, ചില പാനീയങ്ങൾ, ചില വികാരങ്ങൾ, ചില വിചാരങ്ങൾ, ചില പരിചയങ്ങൾ, ചില അവസ്ഥകൾ, ഇതെല്ലാം ചില കാലത്തേക്ക് ഒന്ന് മുടക്കുന്നത് പിൽക്കാല ജീവിതത്തിന് ഗുണകരമായി തീരാറുണ്ടെന്നുള്ള നിയന്ത്രണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ വരുത്താവുന്ന നിയന്ത്രണങ്ങൾ എങ്ങനെയാണെന്ന് അത് വളരെ വിശദമായിട്ടാണ് പറയുന്നത്. മുമ്പ് താരോപദേശത്തിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു വേദാന്ത തത്വമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ കൂടുതൽ പോഷക സമൃദ്ധവും നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ സംസ്കരണോന്മുഖമായ വിധത്തിൽ പരിവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ഉള്ള ഒരു ഉപദേശമാണ് ലക്ഷ്മണൻ അദ്ദേഹം നൽകുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ രാമന് ഇതൊക്കെ വേറെ കാര്യമുണ്ട്. ഇതെല്ലാം അനുഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മചര്യം ഉണ്ടാവണം. ബ്രഹ്മചര്യമില്ലെങ്കിൽ മറ്റെന്തെല്ലാം ധർമാനുഷ്ഠാനങ്ങൾ ഉണ്ടായാലും വിവേകപ്രാപ്തി ഉണ്ടാവില്ല. വിവേകവും വിവേചനവുമാണ് സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മചര്യാപരമായ ഒരവസ്ഥ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നിഷ്ഠ ഉണ്ടാവണം എന്നർത്ഥം. എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ നിയന്ത്രണം ഉണ്ടാകണം എന്നാണ്. വേണ്ട എന്നല്ല, അതിന് നിയന്ത്രണം വയ്ക്കണം എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാമ സുഗ്രീവ സഖ്യത്തിൻ്റെ ഒടുവിലാണ് ഈ ക്രിയാമാർഗോപദേശം വരുന്നത്. അതിനുശേഷം പ്രണവോപാസനം കൊണ്ട് വളരെ ഗുണങ്ങളുണ്ടാവും എന്ന് പറയുന്നു. പ്രണവം എന്ന് പറയുന്ന അതൊരു ഉപാസനയാണ്. വെറുതെ ജപിച്ചാൽ പോലും, ഓം ഓം എന്ന് വെറുതെ ജപിച്ചാൽ പോലും അത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ശബ്ദമായിട്ടാണ് ഇത് കണക്കാക്കുക. നമ്മുടെ ഭാരതീയമായി പറഞ്ഞാൽ ആദ്യം ഉണ്ടായ ഒരു ശബ്ദമാണ് ഈ ഓം എന്ന് പറയുന്നത്. അതാണ് പ്രധാനമായിട്ടും. ഓം എന്ന് നമ്മൾ സാധാരണ പറയും. 3 അർത്ഥത്തിലാണ് ഓം പറയുന്നത്. ഓം 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 എന്ന് 3 പ്രാവശ്യം പറയാറില്ലേ നമ്മൾ? 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം. ഇതിൽ ദുഃഖത്രയം എന്ന് പറയും. ഈ 3 തരത്തിലുള്ള ദുഃഖവും ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് ജപിക്കുമ്പോഴും ഓം എന്ന് ഇങ്ങനെ 3 പ്രാവശ്യം പറയും. അതാണ് 3 തരത്തിലുള്ള ദുഃഖമാണ് നമുക്ക് പ്രധാനമായി ഉള്ളത്. ഈ ദുഃഖങ്ങളിൽ ഏത് ഒന്നിലെങ്കിലും നമ്മൾ അതിജീവിക്കാൻ പറ്റിയാൽ നമുക്ക് ജീവിതം സ്വസ്ഥമാകും. ഒരിക്കലും ഈ 3 ദുഃഖങ്ങൾ നമുക്ക് ഇല്ലാതെ ആകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് കുറേ ഉൾപ്പിരിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. സബ് ഹെഡിങ്സ് ഉണ്ടാക്കുന്നത് പോലെ, ആ മെയിൻ ഹെഡിങ്ങിന് സബ് ഹെഡിങ് ഉണ്ടാക്കുന്നത് പോലെ ഈ വലിയ ദുഃഖങ്ങൾക്ക് കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ ഒരുപാടുണ്ടാവും. അതാണ് ഈ ദുഃഖത്രയം. അതിൽ നിന്നുള്ള മോചനം ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് പ്രണവം. പ്രകർഷണ നവം ആണ് പ്രണവം, ഓങ്കാരം. അതുകൊണ്ടാണ് പ്രണവം എന്ന് പറയുന്നത്. എന്നും പുതുതായിരിക്കുന്നത്, ഒരിക്കലും അത് പഴകുന്നില്ല. പ്രണവ മന്ത്രത്തിന് പഴക്കമില്ല. ആ ഒരു സമ്പ്രദായം. ലോകത്തിനുള്ള ചില അലിഖിതങ്ങളായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തത്വചിന്ത എല്ലാം അവസാനം വരുമ്പം തത്വചിന്തയിൽ അവസാനിക്കുന്നത്. മാസിൻ്റെ കാര്യം എങ്ങനെ? കൗണ്ടബിൾ നമ്പേഴ്സ് നമ്മൾ എണ്ണി നോക്കും. 1, 2, 3, 4, 5, 6 എണ്ണുക. എണ്ണി എവിടം വരെ എണ്ണാൻ പറ്റും? കോടി വരെ എണ്ണാം. കോടി വരെ എണ്ണിയാലോ 1 കോടി, 2 കോടി, 3 കോടി. അത് കഴിഞ്ഞാൽ എത്ര എത്തും? ഏറ്റവും ഒടുവിൽ എന്താ പറയുക? ഇൻഫിനിറ്റ് എന്ന് പറയും, അനന്തം എന്ന് പറയും. എന്നാ പോലെ ആദ്യം ഇതെങ്കിൽ പറഞ്ഞ പോലെ. അപ്പോൾ അനന്തം എന്ന 3 അക്ഷരത്തെയാണ് നമ്മൾ പിരിച്ച് കൊച്ചു സംഖ്യകളാക്കി പരിവർത്തിപ്പിച്ച് മനസ്സിലാക്കി പോകുന്നത്. ദൈർഘ്യമേറിയ നമ്മുടെ ജീവിതത്തിൽ ഈ 1, 2, 3 എന്നുള്ളതിന് വലിയ ബലമുണ്ട്. കാരണം അനന്തം എന്ന അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ ആദ്യം പറയാനുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇതൊക്കെ അവസാനം എത്തുന്നത് നമ്മൾ ഈ തത്വചിന്തയിലേ എത്തും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം പരിഗണിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ രാമനെ ഒന്നും ആദ്യം രാമനിങ്ങനെ ബാല്യ വധിക്കുമെന്നൊന്നും അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സുഗ്രീവനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈ ബാലയുടെ അസാമാന്യമായ ബലശാലിത്വത്തെ എടുത്ത് ഇല്ലാതാക്കാനൊന്നും ആർക്കും കഴിയില്ല. ഋക്ഷരജസ്സിന് ഇത് തോന്നിയതാ പണ്ടേ. ആ ഋക്ഷരജസ്സിൻ്റെ സാമ്രാജ്യമായിരുന്നു അത്. ആ ഒരു ഈ കിഷ്കിന്ധ എന്ന് പറയുന്ന സാമ്രാജ്യം,
അവിടേക്ക് കൊണ്ടുവരികയാണ്. സന്താനങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാവിൻ്റെ താല്പര്യത്തോടു കൂടി വന്ന് വളർത്തപ്പെടേണ്ട മക്കളാണ് അവിടെ. ആ രാജ്യത്ത് എല്ലാ സമ്പന്നതയും ഉണ്ടായിരുന്നു. ഋക്ഷരജസിൻ്റെ തപസ്വാധ്യായ നിരതമായ ഭാവങ്ങളൊക്കെ സ്വന്തമാക്കിയ ആളാണ് ബാലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രാജാധികാരം കിട്ടിയതും പറ്റും. ഈ രാമൻ ഒരിക്കലും ഈ ബാലിയെ ജയിക്കാൻ കഴിയില്ല എന്നാണ് സുഗ്രീവൻ വിശ്വസിച്ചത്. അതുകൊണ്ട് എന്നാ പറഞ്ഞത്, ഇവിടെ നിൽക്കുന്ന 7 കരിമ്പനകൾ, ഈ കരിമ്പനകളെ ഒന്ന് അമ്പെയ്ത് വീഴ്ത്തണം. ഇതാ ആ ഒരു അസ്ഥിഭാരം കിടക്കുന്നത് കണ്ടില്ലേ, അത് മുഴുവൻ ദുന്ദുഭിയുടേതാ, ബാലി കൊന്നിട്ടതാ. അതിനെ അവിടെ നിന്ന് നീക്കാൻ ആർക്കും പറ്റിയിട്ടില്ല, അത് നീക്കണം. ഈ 2 കാര്യങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ രാമനോട് സുഗ്രീവൻ പറഞ്ഞത്. ശതസാലം 7 അങ്ങൊരു അമ്പിനാൽ അമ്പ് കൊണ്ടു സത്വരം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ സന്ധ്യാനാമങ്ങൾക്കിടയിൽ പറയുന്നുണ്ട്. ഈ 7 കരിമ്പനെ രാമൻ ശരമയച്ച് ഇട്ടു, മുറിച്ചിട്ടു, ഒറ്റ അമ്പ് കൊണ്ട് മുറിച്ചിട്ടു. ശക്തിശാലി അല്ലെങ്കിൽ സാധ്യമല്ല, ആയുധ മത്സരം പോലെയാണത്. തൻ്റെ കാലിൻ്റെ പെരുവെല്ല് ഉപയോഗിച്ച് ഒന്ന് തോണ്ടിയപ്പോഴേക്കും കാതങ്ങൾ അകലെ പോയി വീണു ഈ ദുന്ദുഭിയുടെ അസ്ഥികൂടം. ആർക്കും അനക്കാൻ കഴിയാതെ. ഇത് കണ്ടപ്പോൾ അയ്യോ ഇതുപോലെ ആർക്കും കഴിയില്ല, അങ്ങക്ക് തീർച്ചയായും ബാലിയെ വധിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുക. എന്നിട്ടും ഈ അമ്പയക്കാൻ കഴിയാതെ ബാലി അമ്പയക്കാൻ കഴിയാതെ വന്നപ്പോൾ സുഗ്രീവൻ ശങ്കിച്ചു, വന്ന് പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു പോയല്ലോ രാമാങ്ങയെ എന്ന് പറയുക. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. ഓരോ വ്യക്തിക്കും ഉണ്ടാകും ഇതുപോലെ പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് ഓരോ ആളും മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയാ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കുറ്റവും ഒരു തെറ്റും ചെയ്യാതെ തന്നെ നമ്മൾ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുകയും അബദ്ധങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നില്ലേ? വളരെ സങ്കീർണമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, വളരെ സങ്കീർണമാണ്. എന്തുകൊണ്ടെന്ന് പലപ്പോഴും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാറില്ല. എന്തുകൊണ്ട് എന്ന് ആലോചിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടുകയില്ല. നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ ചേതന കൊണ്ടും നമ്മുടെ യുക്തി അവബോധം കൊണ്ടും ചിന്തിച്ചാൽ ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം ഉണ്ടായത്, അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല, ഒരു ഉത്തരം കിട്ടുകയില്ല. ഇത്തരം പ്രഹേളികകൾ നിറഞ്ഞതാണ്, സന്ദിഗ്ധത, സംശയം നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും. ഏറിയോ കുറഞ്ഞോ, ചിലക്കുന്നതിൻ്റെ അളവ് കൂടിയിരിക്കും, ചിലക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ലക്ഷ്മണന് ഈ ചാതുർമാസ കാലത്ത് ചിത്തശുദ്ധി വരുന്നതിന് ആവശ്യമായിട്ട് ഈ ശ്രീരാമചന്ദ്രൻ ഉപദേശങ്ങൾ കൊടുത്തത്. സർവഭൂത അന്തർഗതനും നാമരൂപ അതീതനുമായ പരമാത്മഭാവമാണ് ഈശ്വരനെന്ന് പറയുകയും ആ ഈശ്വരത്വത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുകയും വേണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മൾ വായിച്ചതാണ്. വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ ആവാഹിച്ചു വയ്ക്കുക ചെയ്യുന്നത്, പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതോടുകൂടിയാണ് അത് സാധ്യമാവുക. വിഗ്രഹം എന്ന വാക്ക് എന്താണ്? വിശേഷമാണ് ഗ്രഹ്യത്തെ വിഗ്രഹം എന്നാണ്. വിശേഷമായി നമ്മെ എന്തെങ്കിലും ഗ്രഹിപ്പിക്കാൻ കഴിയുകയാണ് വിഗ്രഹം. അത് കൃഷ്ണശിലയിലെ കൊത്തിയെടുക്കും, അല്ലെങ്കിൽ നല്ല പ്ലാവിൻ്റെ തടിയിലെ കാതിൽ കൊത്തിയെടുക്കും, ചന്ദ്രത്തിൽ കൊത്തിയെടുക്കും, പഞ്ചലോഹം ഉണ്ടാക്കിയിട്ട് അതിൽ കൊത്തിയെടുക്കും. അങ്ങനെയെല്ലാമുള്ള രീതിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പണ്ടത്തെ കാലത്ത് നശിക്കയില്ലെന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചു പോകുന്ന ഉപാധികൾ ഉപയോഗിച്ചാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നത്. അനാട്ടമിക്കലി അത് കറക്റ്റായിരിക്കും. അനാട്ടമി എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം അനുസരിച്ച്, അതായത് മൂക്കിന് ഇത്ര നീളമുണ്ടെങ്കിൽ കണ്ണിന് ഇത്ര വലിപ്പം ഉണ്ടാവണം, കണ്ണിന് മൂക്കിന് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ വായിക്ക് ഇത്ര വലിപ്പം ഉണ്ടാകാവൂ. അങ്ങനെ അത്രയും വലിപ്പങ്ങളുള്ള മൂക്കും വായും കണ്ണും പുരികവും നെറ്റിയും ആണെങ്കിൽ മുഖത്തിന് ഇത്ര വലിപ്പമേ ഉണ്ടാകാവൂ. വായുടെ സ്ഥാനത്ത് നിന്ന് ചെവിയിലേക്ക് ഇത്ര ദൈർഘ്യമേ ഉണ്ടാകാവൂ. ഇങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായ കാൽക്കുലേഷൻസ് ഉണ്ട്, കണക്കുണ്ട്. അതുപോലെയാണ് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ സവിശേഷതയും. ആ ചിത്രങ്ങൾ വരയ്ക്കുന്ന വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ അല്ലെങ്കിൽ മുരുകൻ്റെയോ അങ്ങനെ പല ചിത്രങ്ങൾ വരയ്ക്കുന്ന കലണ്ടറോ ഫോട്ടോയോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു തേജോവലയം ഉണ്ടാവണം എന്നാണ്. തേജസ്സിൻ്റെ ആ ശരീരത്തിലുള്ള അഗ്നിയുടെ ആധാരം സൂചിപ്പിക്കുന്നതാണ് തേജോവലയം. ആ തേജോവലയം സാങ്കല്പികമാണെങ്കിലും ആ വ്യക്തിപ്രഭാവത്തിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുന്നതാണ് ആ വലയം, അതുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവയവങ്ങൾക്ക് ഇതുപോലെ ഒരു തിയറിറ്റിക്കൽ അനാലിസിസ് ഒരു താത്വിക വിശദീകരണം നടത്തിയാൽ ശരീരശാസ്ത്രപരമായി അതിൻ്റെ അളവുകൾ കൃത്യമായിരിക്കണം, എന്നാലേ അത് ആരാധനീയമാകുന്നുള്ളൂ. അങ്ങനെ കണക്കുണ്ട്. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ക്രിയായോഗത്തിൻ്റെ സ്വരൂപമായിട്ട് ഇവിടെ ഉപന്യസിക്കപ്പെടുന്നത് ഈ ഇഷ്ടദേവതാ സ്വരൂപേണ ആവാഹിച്ചു വെച്ച് അതിനെ ഉപചരിക്കണം എന്നുള്ളതാണ്.
അതിനെ ആരാധിക്കണമെന്നുള്ളതാണ്. അത് വിഗ്രഹങ്ങളെ ഈശ്വരാത്മകമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ സർവഭൂത അന്തർഗതന് സർവ അന്തര്യാമി ആയിരിക്കുന്ന ഈശ്വരാംശത്തെയാണ് ഈ വിഗ്രഹാവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് എന്നുള്ള ബോധ്യം ആണ് ആരാധകന് ഉണ്ടാകേണ്ടത്. ആരാധകനും ആരാധനീയനുമായ രണ്ടവസ്ഥകൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആരെയാണോ ആരാധിക്കുന്നത് അതാണ് ആരാധനീയൻ, ആരാണോ ആരാധിക്കുന്നത് അയാളാണ് ആരാധകൻ. അപ്പോൾ ആരാധകനും ആരാധനീയനും തമ്മിലുള്ള ഒരു പ്രഗാധമായ ഹൃദയബന്ധം അവിടെ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അത് ഭക്തിയുടെ ശരിയായ അവസ്ഥ ആവുകയുള്ളൂ.